ക്രിയേറ്റീവ് സോണിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ 3rd ചാപ്റ്റർ സ്ക്വയർ ഐഡൻറ്റിറ്റീസിലെ പേജ് നമ്പർ 54 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത പ്രോബ്ലംസൊക്കെ എല്ലാവരും ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കി നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഉള്ള കുറച്ച് പ്രോബ്ലംസ് തന്നെയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ച് നോക്കാം. Find the largest of each of the following pair of products without actual multiplication. എന്നുവെച്ചാൽ ഇവിടെ കുറച്ച് മൾട്ടിപ്ലിക്കേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ആക്ച്വലി മൾട്ടിപ്ലൈ ചെയ്യണ പോലെ ചെയ്യാതെ എങ്ങനെ നമുക്കിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഫൈൻഡ് ദ ലാർജസ്റ്റ് ഓഫ് ദ, ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം കണ്ടല്ലോ, 75 × 25 തന്നിട്ടുണ്ട്, 76 × 24 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണോ ഇതിലെ ലാർജസ്റ്റ് എന്ന് ചെയ്ത് നോക്കാതെ, എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അതായത് 75 × 25 ഇങ്ങനെ അടിയിലിട്ടിട്ട് അങ്ങനെ ചെയ്ത് നോക്കാതെ നമുക്ക് എങ്ങനെ ഇതിൽ ഏതാണ് ലാർജസ്റ്റ് എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഐഡൻറ്റിറ്റിയാണ് ഇത്. xy = x + y/2² - x - y/2². ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഈ ഐഡൻറ്റിറ്റി? ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും ഐഡൻറ്റിറ്റീസൊക്കെ ഒരു പേജിൽ എഴുതി നിങ്ങളുടെ സ്റ്റഡി റൂമിൽ ഒട്ടിച്ച് വയ്ക്കുക. എന്നും അത് ഓരോ വട്ടെങ്കിലും ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഐഡൻറ്റിറ്റീസൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് തറവായിക്കോളും. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഐഡൻറ്റിറ്റി വെച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റിൽ ഇത് രണ്ടുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്പർ എടുത്താൽ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ആദ്യത്തെ സെറ്റ് ചെയ്താൽ 75 × 25 അല്ലേ. അപ്പോൾ 75 × 25 എന്ന് പറയുന്നതിന് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇവിടെ എടുത്ത് എഴുതാം. xy = x + y/2² - x - y/2² അല്ലേ. ഇനി xy ഇവിടുത്തെ x ഏതാ 75, y ഏതാ 25. അത് നമുക്ക് ഈ എക്സിൻ്റെയും വൈൻ്റെയും പൊസിഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് 75 × 25 = എക്സിൻ്റെ അവിടെ ഞാൻ 75 എന്ന് കൊടുക്കാം, 75 പ്ലസ് വൈയുടെ അവിടെ 25 എന്ന് കൊടുക്കുക, /2² മൈനസ് ഇനി എക്സിൻ്റെ അവിടെ വീണ്ടും 75 - 25 വൈയുടെ അവിടെ 25 /2². ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങൾ ഇഷ്ടംപോലെ പ്രാവശ്യം ചെയ്തതാണ്. അതുകൊണ്ട് ഞാനിതിങ്ങനെ എക്സിന് 75 കൊടുക്കുക, വൈക്ക് 25 കൊടുക്കുക, അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, നിങ്ങൾക്കും ബോറടിക്കുമല്ലോ. അപ്പോൾ നമുക്കറിയാം അല്ലേ, എക്സിന് 75 വൈയുടെ അവിടെയൊക്കെ 25 കൊടുത്തു. ഇനി നമുക്കിത് ചെയ്യാമല്ലോ. അപ്പോൾ നോക്കിക്കേ, 75 + 25 എത്രയാണ്? 75ൻ്റെ കൂടെ 25 ആഡ് ചെയ്ത് നമുക്കറിയാം 100 ആണ് അല്ലേ. അത് ആഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, /2². ഇനി ഇവിടെയോ 75 നമ്മൾ 25 കുറച്ച് എത്രയാണ്? അതും നമുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം 75 - 25 പോയാൽ 50 ആണെന്ന് നമുക്കറിയാം, /2². അപ്പോൾ ഇങ്ങനെ കിട്ടിയല്ലോ. ഇനി 100/2 എത്രയാണ്? ഒരു 100ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 50 അല്ലേ, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ 50² മൈനസ് ഇനി 50യുടെ പകുതിയോ 25² അപ്പോൾ 50യുടെ സ്ക്വയർ മൈനസ് 25ൻ്റെ ² എന്ന് കിട്ടി. 50യുടെ സ്ക്വയർ എന്താ എങ്ങനെ കാണാം? 5ൻ്റെ സ്ക്വയർ കണ്ടിട്ട് ഇവിടെ എഴുതുക. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ എത്ര 0 ആണ് അതിൻ്റെ ഡബിൾ ഇടാം. അല്ലാതെ ഇതൊന്നും ചെയ്യാൻ നോക്കണ്ട. ചില കുട്ടികൾ ഇങ്ങനെ 50 × 50 എന്നൊക്കെ പറഞ്ഞ് 0 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കുറേ സമയം കളയും. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് അല്ലേ. ഇതൊക്കെ എങ്ങനെ ചെയ്യാം? ഈ 5ൻ്റെ സ്ക്വയർ എഴുതുക, ഇവിടെ എത്ര 0 ഉണ്ട് അതിൻ്റെ ഡബിൾ 0 കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി മൈനസ് 25ൻ്റെ സ്ക്വയർ, 25ൻ്റെ സ്ക്വയർ അതും നമുക്ക് എന്താണ് 25 × 25 അല്ലേ, നമുക്ക് മൈൻഡിൽ ചെയ്യാവുന്ന തന്നെയുള്ളൂ. അഥവാ അല്ലെങ്കിൽ നമുക്ക് എഴുതി നോക്കാം. 5 × 5 നമുക്ക് എന്ത് കിട്ടും? 625 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ നമുക്കിതും 625 എന്ന് കിട്ടും. ഇത് ഞാൻ കണ്ടുപിടിക്കാനുള്ളൊരു എളുപ്പമാർഗ്ഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതായത് 5 വരുന്ന നമ്പേഴ്സുകളുടെ വൺസ് പ്ലേസിൽ 5 വരുന്ന നമ്പറുകളുടെ, അതായത് 25, 35 അങ്ങനെ അറ്റത്ത് 5 വരുന്ന നമ്പേഴ്സില്ലേ, അതിൻ്റെയൊക്കെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 25ൻ്റെ ഒന്ന് ഞാൻ പറഞ്ഞു തരാം ഒന്നും കൂടെ. 25ൻ്റെ സ്ക്വയർ കാണാനുള്ള ഈസി മെത്തേഡ്, ഈ 5ൻ്റെ സ്ക്വയർ ഇവിടെ എഴുതാം, അത് 25 ആണല്ലോ. ഇനി ഇവിടെ നമ്മുടെ 2 അല്ലേ, ആ 2ൻ്റെ നെക്സ്റ്റ് നമ്പർ കൊണ്ട് ഇതിനെ ഈ 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2ൻ്റെ നെക്സ്റ്റ് നമ്പർ ഏതാ? 3. 3 × 2 = 6 കണ്ടോ. നമുക്കിവിടെ തന്നെയല്ലേ കിട്ടിയത്. ഇനി 35ൻ്റെ വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 35ൻ്റെ സ്ക്വയർ കാണാനായിട്ട് 5ൻ്റെ സ്ക്വയർ അവിടെ തന്നെ എഴുതുക. അപ്പോൾ 25 എപ്പോഴും ഇവിടെ 25 വരും, കാരണം 5ൻ്റെ സ്ക്വയർ. ഇനി 3യുടെ അടുത്ത നമ്പർ ഏതാ? 4. അതുകൊണ്ട് ആ 3നെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 12. ഇതായിരിക്കും 35ൻ്റെ സ്ക്വയർ. ഇങ്ങനെ 5 എന്നുള്ള ഡിജിറ്റ് ലാസ്റ്റായിട്ട് വരുന്ന വൺസ് പ്ലേസിൽ വരുന്ന നമ്പേഴ്സിൻ്റെയൊക്കെ സ്ക്വയർ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി?
2500 മൈനസ് 625 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ 2500 മൈനസ് 625 എങ്ങനെ മൈനസ് ചെയ്യും? അപ്പോൾ ഇതേ ഇവിടെ 0 ആണ്, ഇവിടെയും 0 ആണ്. അപ്പോൾ ഇവിടുന്ന് ബോറോ ചെയ്തു ഞാൻ. ഇവിടെ 4 ആയി, ഇവിടെ 9 ആയി, ഇവിടെ 10 ആയി. അപ്പോൾ ഇവിടെ 5, 9 2 പോയ 7. ഇനി വീണ്ടും ഇവിടുന്ന് ബോറോ ചെയ്യണം, കാരണം ഇവിടെ 4 ചെറിയ നമ്പറാണ്. അപ്പോൾ നമ്മളിവിടെ 14 ആയി, ഇവിടെ 1 ആയി. അപ്പോൾ 6 14 ആവാൻ 8 അല്ലേ. ബാക്കി ഇവിടെ 1 ഉണ്ട്, ആ 1 ഇവിടെ തന്നെ ഇട്ടു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1875 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഈ ഒരു ഭാഗത്തിൻ്റെ, അതായത് 75 × 25ൻ്റെ ആൻസർ. ഇനി നമുക്ക് ഇതുപോലെ എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെയും കണ്ടുപിടിക്കണം. എന്നിട്ട് ആരാണ് വലുതെന്ന് കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സെറ്റ് ഞാനിവിടെ ചെയ്യാം. രണ്ടാമത്തെ സെറ്റ് നോക്കിയേ, 76 × 24. അപ്പോൾ 76 നമുക്കറിയാം ഇതുപോലെ എഴുതാം അല്ലേ. ഈ ഇക്വേഷനിൽ ഞാൻ ഈ ഇക്വേഷൻ ഇവിടേക്കൊന്നും കൂടെ എടുത്ത് എഴുതണില്ല, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഈ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ എക്സ് എന്താ? 76 പ്ലസ് ഇവിടെ എന്താ? വൈ 24 / 2 ഹോൾ സ്ക്വയർ മൈനസ് 76 മൈനസ് 24, അതായത് എക്സ് മൈനസ് വൈ / 2 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ 76 ഉം 24ഉം കൂട്ടുമ്പോൾ എത്രയാണ്? 100. മൈൻഡിൽ ചെയ്യാമല്ലോ. അതെ, 4ഉം 6ഉം 0, ബാക്കി 3 1 ഇവിടെ 3 ആവും, 7 100 ആവും. അപ്പോൾ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇവിടെ സൈഡിൽ ചെയ്ത് നോക്കാം. 76 + 24 ഇതാ 6 4 10, ബാക്കി 1 8 2 10 കിട്ടിയില്ലേ? 100. ഓക്കെ, അപ്പോൾ 100 / 2ൻ്റെ സ്ക്വയർ മൈനസ്. ഇനി 76ൽ നിന്ന് 24 കുറച്ചാൽ എത്ര കിട്ടും? 76ൽ നിന്ന് 24 കുറച്ച് നമുക്ക് എത്ര കിട്ടുന്നത്? 52 അല്ലേ. ഓക്കെ, അത് ഇവിടെ തന്നെ കുറയ്ക്കാമല്ലോ. ഞാൻ അങ്ങനെ കുറയ്ക്കാൻ കിട്ടാത്ത കുട്ടികളാണെങ്കിൽ എഴുതിയിട്ട് കുറച്ചോ, കുഴപ്പമില്ല. ഇതാ 6ൽ നിന്ന് 4 കുറച്ചാൽ 2, 7ൽ നിന്ന് 2 കുറച്ചാൽ 5 കിട്ടിയല്ലോ, 52. അപ്പം /2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി 100ൻ്റെ പകുതി എഴുതണം അല്ലേ. അപ്പോൾ 100ൻ്റെ പകുതി എത്രയാണ്? 100/2 ഹോൾ സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 100/2 എന്ന് പറഞ്ഞാൽ 50 ആണ്, നമുക്കറിയാം. ഹോൾ സ്ക്വയർ മൈനസ്. ഇനി 52ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 52 എന്ന് പറയുന്നത് പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 26 എന്ന് കിട്ടും അല്ലേ. 26 ആണ്. അപ്പോൾ 26ൻ്റെ സ്ക്വയർ. 52ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് 26 + 26 ആണല്ലോ, 52. അപ്പോൾ അത് കിട്ടി. അപ്പോൾ നോക്കിയേ, ഇവിടെ 50ൻ്റെ സ്ക്വയർ മൈനസ് 26ൻ്റെ സ്ക്വയർ. 50ൻ്റെ സ്ക്വയർ നമുക്കറിയാം എത്രയാണ്? 100 അല്ല കേട്ടോ, 5. 50ൻ്റെ സ്ക്വയർ 5ൻ്റെ സ്ക്വയർ 25. പിന്നെ ഈ 0 ഡബിൾ ആക്കുക. ഇവിടെയും സെയിം ആണല്ലേ, 50ൻ്റെ സ്ക്വയർ തന്നെയാണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ ഇവിടെയും നമുക്ക് 50ൻ്റെ സ്ക്വയർ കിട്ടി, ഇവിടെ 50ൻ്റെ സ്ക്വയർ കിട്ടി. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ നമ്മുടെ x + y എന്ന് പറയുന്ന ടേം നമുക്ക് 75 + 25 100 ആയി. ഇവിടെ 76 + 24 100 വന്നു. അതുകൊണ്ടാണ് ഈ ഒരു ടേം, അതായത് ഇവിടെ രണ്ട് ഭാഗത്തും 50 സ്ക്വയർ തന്നെ വന്നത്. പക്ഷേ ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ 25 സ്ക്വയർ, ഇവിടെ 26 സ്ക്വയറാണ്. അപ്പോൾ ഇവിടെ 26ൻ്റെ സ്ക്വയർ ഒന്ന് ചെയ്ത് നോക്കാം. 26 × 26, 6 6 36, ബാക്കി 3, 6 2 12, 15, 6 2 12, 1 2 4 3 5, 6 7 6, 676 എന്ന് കിട്ടും. 676. ഇനി ഇത് മൈനസ് ചെയ്യാമല്ലോ. അപ്പോൾ 2500 നിന്ന് 676 മൈനസ് ചെയ്യാം. അപ്പോൾ ബോറോ ചെയ്യാം. ഇവിടെ 4 ആയി, ഇവിടെ 9 ആയി, ഇവിടെ 10 ആയി. അപ്പോൾ 6 10 ആവാൻ 4, 7 9 ആവാൻ 2. ഇനി ഇവിടുന്ന് ബോറോ ചെയ്യണ്ടേ? ഇവിടെ 1 ആവും. വീണ്ടും ഇവിടെ 6 14 ആവാൻ എത്രയാണ്? 6 14 ആവാനായിട്ട് 8 അല്ലേ. ഓക്കെ, ഇനി ഈ ഒന്ന് താഴത്തേക്ക് ഇറക്കിയിടാം. നമുക്ക് കിട്ടുന്ന ആൻസർ 1824 എന്നാണ്. അപ്പോൾ നോക്കിക്കേ, ഇതിൽ ആരാണ് വലുത്? ഇവിടെ നമുക്ക് കിട്ടിയത് എത്രയാണ്? 1875. ഇവിടെ നമുക്ക് കിട്ടിയത് എത്രയാണ്? 1824 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ ലാർജ് നമ്പർ ഏതാണ്? ഇതാണ് ഇതിലെ ലാർജസ്റ്റ് നമ്പർ. സോ ഇതാണ് ലാർജസ്റ്റ് നമ്പർ. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് ചെയ്യാതെ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാനൊരു ഐഡിയ ഉണ്ട്. ഇത് രണ്ട് കൂട്ടുമ്പോഴും നമുക്ക് 100 കിട്ടുക, ഇത് രണ്ട് കൂട്ടുമ്പോഴും നമുക്ക് 100 കിട്ടുക. അതുകൊണ്ട് ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് പ്ലസ് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതിന് മാറ്റമൊന്നും വരുന്നില്ല. കാരണം ഒരേ നമ്പർ, അതെ ഇവിടെ 2500, ഇവിടെ 2500. എവിടെയാണ് മാറ്റം വന്നത്? ഈ ഒരു ടേമിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നപ്പോഴാണ് അല്ലേ. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? 25ൻ്റെ സ്ക്വയറും ഇവിടെ 26ൻ്റെ സ്ക്വയറും. അപ്പം 25ൻ്റെ സ്ക്വയറാണ് നമ്മളിതൊന്ന് മൈനസ് ചെയ്യണമെങ്കിൽ, വലിയ നമ്പറിൻ്റെ സ്ക്വയർ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ എന്തുണ്ടാവും? നമ്പർ 1875 അല്ലേ. അതായത് ഇതിന്ന് മൈനസ് ചെയ്യുമ്പോൾ 1875 ആണ് നമുക്ക് കിട്ടുന്നത്. വലിയ നമ്പറിൻ്റെ ഇത് ചെറിയ നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ, 26 ആണ് വലുത് അല്ലേ. അപ്പോൾ വലിയ നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ചെറുതാവും. നേരെ മറിച്ച് 25 എന്ന് പറയുന്നത് 26നേക്കാളും കുഞ്ഞ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ നമ്മൾ ഒരേ നമ്പറിൽ നിന്നാണ് അത് കുറയ്ക്കുന്നത് അല്ലേ. അപ്പോൾ വലിയ സംഖ്യ കുറയ്ക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്പർ
ചെറുതാവും. ചെറിയ സംഖ്യ കുറച്ചാലാണ് നമ്പർ വലുതാവുക. ഇപ്പം ഞാൻ പറയട്ടെ, 10ൽ നിന്ന് ഞാൻ 6 കുറച്ചു, അപ്പോൾ എനിക്ക് 4 കിട്ടി. 10ൽ നിന്ന് ഞാൻ 4 കുറച്ചു, അപ്പോൾ എനിക്ക് 6 കിട്ടി. എപ്പോഴാണ് 10ൽ നിന്ന് നമ്മൾ വലിയ സംഖ്യ കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ചെറിയ സംഖ്യ ആയിരിക്കും. അപ്പോൾ അതേ 10ൽ നിന്ന് തന്നെ നമ്മൾ ചെറിയ നമ്പർ കുറയ്ക്കുമ്പോൾ നമുക്ക് വലിയ നമ്പർ കിട്ടും. അപ്പോൾ ഇതാണല്ലേ നമ്മുടെ ആൻസറുകളായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഇവിടെ നോക്കിയേ, നമ്മൾ എവിടെയാണോ നമ്മുടെ വലിയ നമ്പർ, ഇവിടെ നമ്മൾ ചെറിയ നമ്പറാണ് കുറച്ചത് അല്ലേ, അപ്പോൾ അവിടെ നമ്മുടെ സംഖ്യ വലുതായി. ഇനി ഇവിടെയോ നമ്മൾ കുറച്ചത് ഏതാണ്? വലിയ നമ്പറാണ് കുറച്ചത്, അപ്പോൾ നമ്മുടെ സംഖ്യ ചെറുതായി. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവിടുത്തെ നമ്പർ ആരാണോ വലുതെന്ന് നോക്കുക. ഈ രണ്ടാമത്തെ നമ്പർ ആരാണോ വലുത് അയാളായിരിക്കും ലാർജസ്റ്റ്. ആ ആൻസർ കിട്ടുന്നത് നിങ്ങൾക്ക് ലാർജസ്റ്റ് നമ്പർ ആയിരിക്കും. ഇവിടെ 24 അല്ലേ വരുന്നുള്ളൂ, കാരണം നമ്മൾ 24 മൈനസ് ചെയ്ത് പിന്നെ നമുക്ക് കിട്ടുന്ന ആൻസർ വലുതായിട്ട് വന്നിട്ട് നമ്മൾ കുറയ്ക്കുമ്പോൾ ആ നമ്പർ ചെറുതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കൺഫ്യൂഷൻ അടിച്ച് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ഇൻറ്റു ചെയ്യുമ്പോൾ ലാർജസ്റ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിലേ ഇത്രയും ചെയ്താൽ മതി. ആരാണോ ഫസ്റ്റ് നമ്പർ നിങ്ങൾക്ക് സെയിം ആണ് കിട്ടുക, അതുകൊണ്ട് അത് നോക്കണ്ട. രണ്ടാമത്തെ നമ്പറിൽ ആരാണ് വലുതെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ 25 അല്ല ഇവിടെ വലുത്, ഇത് 24 ആണ്, അപ്പോൾ 25 ആണ് വലുത്. അപ്പോൾ ഈ ഇൻറ്റു ചെയ്ത് കിട്ടുന്ന നമ്പർ ആയിരിക്കും ലാർജസ്റ്റ് നമ്പർ. സെക്കൻഡ് പ്രോബ്ലം വരുന്നത് 76 × 24, അതുപോലെ 74 × 26 അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാതെ തന്നെ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു സെക്കൻഡ് നമ്പർ ആരാണോ വലുത് അതായിരിക്കും ലാർജസ്റ്റ് ആൻസർ നമുക്ക് നമ്പർ കിട്ടുക ഇതിൻ്റെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതായിരിക്കും ലാർജസ്റ്റ് നമ്പർ കിട്ടുക. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ചെയ്യണേക്കാളും മുന്നേ നമ്മൾ ഇതിൽ 76 × 24 ഓൾറെഡി കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഞാനിനി അത് വീണ്ടും ചെയ്യുന്നില്ല. അതിൻ്റെ ആൻസർ നമുക്ക് ഈ ഇക്വേഷനിൽ, അതായത് xy = x + y/2 ഹോൾ സ്ക്വയർ മൈനസ് x - y/2 ഹോൾ സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തതാണ്, അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചതാണ്. നമുക്ക് 1875 എന്ന് കിട്ടിയതുമാണ്. പിന്നെ അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നില്ല. നമുക്ക് ഈ ഭാഗത്ത് ചെയ്ത് നോക്കാം, ഈക്വേഷനിൽ തന്നെ ഇട്ടിട്ട്. അപ്പോൾ ഈ ഇതിലിടുമ്പോൾ x + y/2 ഹോൾ സ്ക്വയർ മൈനസ് x - y/2 ഹോൾ സ്ക്വയർ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എക്സിൻ്റെ അവിടെ 74 വരും. 74 + 26/2 ഹോൾ സ്ക്വയർ മൈനസ് 74 - 26/2 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഇത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 100 എന്ന് കിട്ടും. അപ്പോൾ 100/2 ഹോൾ സ്ക്വയർ മൈനസ്, ഇനി 76 നിന്ന് 74 നിന്ന് നമുക്ക് 26 മൈനസ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ബോറോ ചെയ്തു 14 ആയി. അപ്പോൾ നമുക്ക് ഇവിടെ 8 വരും അല്ലേ, ഇവിടെയോ 4 വരും, 48 എന്ന് വന്നു. അപ്പോൾ 48/2 ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഇനി 100/2 എന്ന് പറഞ്ഞാൽ അത് 50 ആണല്ലോ, അപ്പോൾ 50യുടെ സ്ക്വയർ മൈനസ് 48/2 എന്ന് പറഞ്ഞാൽ 24, അപ്പോൾ അതിൻ്റെ സ്ക്വയർ. ഇനി 50യുടെ സ്ക്വയർ നമുക്കറിയാം, ഞാൻ പറഞ്ഞു 5ൻ്റെ സ്ക്വയർ എഴുതുക, പിന്നെ ഈ 0 ഡബിളാക്കി എഴുതുക. ഓക്കെ, മൈനസ് ഇനി 24ൻ്റെ സ്ക്വയർ എത്രയാണ്? 24 × 24, 4 × 4 16, 16/1 ഇവിടെ ഇടും, 4 2s are 8, 9 ഇവിടെ ഇട്ടു, 2 4s are 8, 2 2s are 4, അപ്പോൾ 6 17 5 അല്ലേ, 576 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബാക്കി റിമൈൻഡർ നമ്മൾ 1 ആഡ് ചെയ്തല്ലോ, അപ്പോൾ 6, അപ്പോൾ 576 എന്ന് കിട്ടി. അത് നമുക്ക് ഇവിടെ എഴുതാം, 576. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് നോക്കാം അല്ലേ. അതായത് 2500 മൈനസ് 576 മൈനസ് ചെയ്യുമ്പോൾ വീണ്ടും ഇവിടെ നമ്മൾ ബോറോ ചെയ്യണം. അപ്പോൾ ഇവിടെ 9 ആയി, ഇത് 10 ആയി അല്ലേ. അപ്പോൾ 6 10 ആവാനായിട്ട് നമുക്ക് 4 എന്ന് കിട്ടും. ഇനി 9 7 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. പിന്നെ ഇവിടെ നിന്ന് വീണ്ടും ബോറോ ചെയ്യണം, കാരണം 4 നമുക്ക് 5 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 14 ആയി. അപ്പോൾ നമുക്ക് 14 ആവാനായിട്ട് 9 വരും അല്ലേ, ബാക്കി 1 ഇവിടെ ഇട്ടു. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? 1924 അല്ലേ. നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ എന്താണ്? അതായത് 76 × 24 നമുക്ക് കിട്ടിയത് 1875 ആണ്. ഇപ്പോൾ നോക്കിയേ, ഇതിൻ്റെ ആൻസർ എന്താ കിട്ടിയത്? ഇതിൻ്റെ ആൻസർ കിട്ടിയത്, അതായത് 74 × 26ൻ്റെ ആൻസർ നമുക്ക് 1924 കിട്ടി. അപ്പോൾ ഇതിൽ ഏതാണ് ലാർജസ്റ്റ്? ഇതാണ് നമുക്ക് ലാർജസ്റ്റ് കിട്ടുന്നത്. ഇത് നമുക്ക് മൂന്നാമതായിട്ട് ചെയ്യാനുള്ളത് ഡെസിമൽ വെച്ചിട്ടുള്ള നമ്പറാണ്. 10.6 × 9.4, അതുപോലെ 10.4 × 9.6. ഇതിലേതാണ് ലാർജസ്റ്റ് എന്നാണ് നോക്കേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിതിൽ പറയാൻ പറ്റും. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? അതായത് 10.6 9.4 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടും അല്ലേ. അതുപോലെ ഇത് നോക്കിയേക്കേ,
10.4 പ്ലസ് 9.6 ഇത് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? 20 കിട്ടും അല്ലേ? അപ്പോൾ ഈ രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ 20 കിട്ടുന്നുണ്ട് നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ടാമത്തെ നമ്പേഴ്സ് ഒന്ന് നോക്കിയാൽ മതി. ഇതിൽ ഏതാ ലാർജസ്റ്റ് എന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഏതാണ് ഇതിൽ വലിയ നമ്പർ? 9.6. അപ്പോൾ ഇതായിരിക്കും നമുക്ക് ലാർജസ്റ്റ് കിട്ടുക. നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാദ്യം ചെയ്യാം. 10.6 ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ ഓർമ്മയില്ല, എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ അല്ലേ? ഇതിനെ കൊടുക്കാം. അപ്പോൾ എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ രണ്ടും പ്ലസ് ചെയ്തത് 10.6 പ്ലസ് 9.4 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് ഇത് രണ്ടും മൈനസ് ചെയ്തത്. എക്സിൻ്റെ വാല്യൂ ഇതാണ്, മൈനസ് 9.4 ആണ് വൈയുടെ വാല്യൂ, ബൈ 2 ഇട്ടിട്ട് ഹോൾ സ്ക്വയർ കൊടുക്കാം. ഇനി ഇത് പ്ലസ് ചെയ്യുമ്പോൾ 20 കിട്ടുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ഇവിടെ 20 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെയോ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ അതായത് 10.6 നിന്ന് 9.4 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 1.2 ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി 20 ബൈ 2 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 10ൻ്റെ സ്ക്വയർ മൈനസ് 1.2 ബൈ 2 എത്രയാണ്? 1.2 എന്ന് പറയുന്നത് നമുക്ക് മാറ്റി ചെയ്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1.2 ബൈ 2 ഇവിടെയും 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഇവിടെയും 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്താവും? 1.2നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഈ ഒരു പോയിൻറ്റ് റൈറ്റിലേക്ക് പോകും അല്ലേ? അപ്പോൾ അത് 12 ആയി. ബൈ 2 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 20. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, കാരണം സംഖ്യയ്ക്ക് യാതൊരു മാറ്റവും വരില്ല. കാരണം എന്താണ്, നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡൊക്കെ മുകളിലും താഴെയും നമ്മൾ എന്താ ചെയ്യുന്നത്? 10 കൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ മുകളിലും 10 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, താഴെയും 10 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സംഖ്യയ്ക്ക് യാതൊരു വ്യത്യാസം വരുന്നില്ല. നമുക്ക് പോയിൻറ്റിനെ കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതെന്തായി മാറി? ഈ നമ്പറിനെ ഞാൻ 12 ബൈ 20 എന്നാക്കി, എന്നിട്ട് സ്ക്വയർ എന്ന് എഴുതി. ഇനി 10 സ്ക്വയർ മൈനസ് 12 ബൈ 20 അല്ലേ? 12 ബൈ 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 എന്നെ നമുക്ക് ചെറുതാക്കി എഴുതിയൂടെ? ഇത് രണ്ടും 4ൻ്റെ ടേബിളിൽ പോകും. ഇത് 4 ഇൻറ്റു 3 12, ഇത് 4 ഇൻറ്റു 5 20. അപ്പോൾ നമുക്കത് എന്ത് കിട്ടി? 3 ബൈ 5ൻ്റെ സ്ക്വയർ എന്ന് കിട്ടി. ഇനി 10ൻ്റെ സ്ക്വയർ നമുക്കറിയാം 100 ആണ് അല്ലേ? മൈനസ് 3ൻ്റെ സ്ക്വയർ 9, 9 ബൈ 5ൻ്റെ സ്ക്വയർ 25. ഇനി 100 നിന്ന് 9 ബൈ 25 മൈനസ് ചെയ്യണം. അതപ്പോൾ 100 നമുക്ക് എൽ സി എടുക്കാം അല്ലേ? അപ്പോൾ 100 എൽ സി എടുക്കുമ്പോൾ 100 ഇൻറ്റു 25 അല്ലേ? ഇതായത് 25ആണ് നമ്മളിവിടെ എൽ സി എടുക്കുന്നത്. അപ്പോൾ എൽ സി എടുക്കുമ്പോൾ ഇവിടെ ഇല്ലാത്ത ഏതാണ്? ഇവിടെ ബൈ 1 അല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇൻറ്റു 25 ചെയ്യണം, അതാണ് ഇവിടെ ചെയ്തത്. മൈനസ് ഇവിടെ 25 ഉണ്ട്, അപ്പോൾ ഇവിടെ 9 തന്നെ എഴുതിയാൽ മതി. അപ്പോൾ 100 ഇൻറ്റു 25 മൈനസ് 9 ബൈ 25 എന്ന് വന്നു. ഇത് ചെയ്ത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതായത് 25 എൽ സി എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്. അപ്പോൾ നമ്മൾ 25 ആവും, ഇവിടെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഏത് ന്യൂമറേറ്ററിനെ. അപ്പോൾ 100 ഇൻറ്റു 25 എന്ന് വന്നു. മൈനസ് ഇവിടെ ഓൾറെഡി 25 ഉണ്ട്, അപ്പോൾ 1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി, അതായത് 9 തന്നെ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി 100 ഇൻറ്റു 25 നമുക്ക് എന്ത് കിട്ടും? 100 ഇൻറ്റു 25 2500 എന്ന് കിട്ടും അല്ലേ? 25 ഇട്ടിട്ട് 2 0 ആഡ് ചെയ്താൽ മതി. മൈനസ് 9 ബൈ 25 എന്ന് കിട്ടും. അതായത് 2500 നിന്ന് 9 കുറയ്ക്കണം. അപ്പോൾ 2500 നിന്ന് 9 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബോറോ ചെയ്യാം. അപ്പോൾ ഇത് 10 ആയി, ഇവിടെ 1, ഈ 9 ഇറക്കിയിട്ടു, 4 ഇറക്കിയിട്ടു 2, അതായത് 2491 ബൈ 25 ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക്. ഇതാ 2491 ഡിവൈഡഡ് ബൈ 25. 25ൽ ഇത്രയും നമ്പർ എടുക്കണം അല്ലേ? ഡിവിഷനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ വേറെ നമുക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ 25 എന്ന് പറയുന്ന നമ്പർ എത്ര വട്ടം പോവും? 249ൽ നമുക്ക് 9 വട്ടം പോവും. 9 ഇൻറ്റു 25 എന്ന് പറഞ്ഞാൽ അത് 225 ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 4 2, ബാക്കി ഒന്നും കൂടെ ഇറക്കിയിടാം. അപ്പോൾ വീണ്ടും നമുക്ക് 225 വട്ടം തന്നെയാണ് പോകുന്നത്. അപ്പോൾ 9 വട്ടം തന്നെ വീണ്ടും പോവും, 225 എന്ന് കിട്ടും. ഇതൊന്നത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 6 1 അല്ലേ? 3 ആവുമ്പോൾ ഇവിടെ 3 ആവും. അപ്പോൾ ഇവിടെ 160 അല്ലേ? അതായത് 16 കിട്ടും. ഇപ്പോൾ ചെറിയ നമ്പർ ആയതുകൊണ്ട് നമ്മൾ 0 ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ 0 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കൊടുക്കണം. ഇനി ഇത് 25 ഇൻറ്റു നമുക്ക് എത്രയാണ്? 160 കിട്ടുക. 160 വരില്ല, 25 ഇൻറ്റു 6 പോവും, 150 വരെ പോവും. ബാക്കി നമുക്ക് 10 കിട്ടും. വീണ്ടും നമ്മളൊരു 0 ആഡ് ചെയ്യുക. അപ്പോൾ 100, 100ൽ 25 4 ടൈംസ്, അപ്പോൾ ഇവിടെ 100 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടുന്നത് ഏതാണ്? 99.64 എന്ന് കിട്ടും. ഓക്കെ, 99.64. ഇനി നമ്മൾ എന്ത് ചെയ്യാം? അപ്പോൾ ഈ സെക്ഷൻ കഴിഞ്ഞു നമ്മുടെ അല്ലേ? നമുക്കത് 99
എന്ത് കിട്ടി 6 എന്ന് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് സെക്ഷൻ ചെയ്ത് നോക്കാം. അതായത് ഈ സെക്ഷൻ അതെന്താണ് ചെയ്യേണ്ടത്? 10.4 ഇൻറ്റു 9.6. അപ്പോൾ നമ്മൾ എക്സ് പ്ലസ് വൈ ഇക്വേഷൻ നമ്മുടെ എന്താണ്? എക്സ് പ്ലസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ 2 ഹോൾ സ്ക്വയറിൽ ഇട്ട് കൊടുക്കണം അല്ലേ? അപ്പോൾ 10.4 എന്ന് പറയുമ്പോൾ ഇത് 10.4 പ്ലസ് എക്സിൻ്റെ അവിടെ 10.4 കൊടുക്കുക പ്ലസ് 9.6 ബൈ 2 ഹോൾ സ്ക്വയർ ചെയ്യുക മൈനസ് ഇനി ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുക 10.4 മൈനസ് 9.6 ബൈ 2 ഹോൾ സ്ക്വയറിന് കൊടുത്തു. ഇനി ഇത് പ്ലസ് ചെയ്യുമ്പോഴും ബൈ 2 ചെയ്യുമ്പോഴും ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊന്നും മാറ്റമില്ല. അപ്പോൾ ഇതിൻ്റെ മൊത്തം നമുക്ക് എന്ത് കിട്ടും? 20 തന്നെ കിട്ടുമല്ലോ ഇത് ചെയ്യുമ്പോൾ 20/2 ഹോൾ സ്ക്വയർ മൈനസ് ഈ ഭാഗത്ത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 10.4 മൈനസ് 9.6 ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? നമുക്ക് ഇവിടെ നിന്ന് ബോറോ ചെയ്യണം അല്ലേ? അപ്പോൾ ഇത് 14 ആയി. അപ്പോൾ 8 എന്ന് വരും. അതായത് 0.8 ഇവിടെ 0 ആവും. 0.8 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 0.8/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി 20/2 എത്രയാണ്? 10 ആണ് അല്ലേ? അപ്പോൾ 10ൻ്റെ സ്ക്വയർ മൈനസ് 0.8/2. ഞാൻ നേരത്തെ ചെയ്ത പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അതായത് ഇങ്ങനെ ചെയ്യണമെന്നില്ല. കോംപ്ലിക്കേറ്റഡ് എന്ന് പറയാനില്ല. അതായത് പോയിന്റ് കളഞ്ഞ് ചെയ്യണേക്കാളും നിങ്ങൾക്ക് എളുപ്പം 0.8ൻ്റെ പകുതി 0.4 ആണെന്ന് അറിയാമെങ്കിൽ അവിടെ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇത് 0.8ൻ്റെ പകുതി 0.4 അല്ലേ? അപ്പോൾ 0.4ൻ്റെ സ്ക്വയർ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ പോയിന്റ് കളയാൻ വേണ്ടി ഞാൻ ഇൻറ്റു 10 ഒക്കെ എടുത്ത് ചെയ്തിട്ട് നമ്മൾ ചെയ്തായിരുന്നു കഴിഞ്ഞ പ്രോബ്ലത്തിൽ. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്ന് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1.2ൻ്റെ പകുതി 0.6 ആണെന്ന് അറിയുന്ന കുട്ടികൾക്ക് അങ്ങനെ എടുത്ത് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഏത് മെത്തേഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കറക്റ്റ് ആൻസർ ഒക്കെ സെയിം ആയിരിക്കും. ഇനി 10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞത് 100 ആണല്ലേ? മൈനസ് ഇനി 0.4ൻ്റെ സ്ക്വയർ എത്രയായിരിക്കും? 4ൻ്റെ സ്ക്വയർ നമുക്കറിയാം 16 ആണ്. അപ്പോൾ ഇതിൽ എത്ര 0.4 എന്ന് പറഞ്ഞാൽ 0.4 ഇൻറ്റു 0.4 ആണ് അല്ലേ? അപ്പോൾ 0.4 ഇൻറ്റു 0.4 എന്ന് പറഞ്ഞാൽ 16 ഇട്ടിട്ട് 2 ഡിജിറ്റിൻ്റെ പോയിൻ്റ് ഇപ്പുറത്തേക്ക് കൊടുക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടെ? 0. ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 0.16 എന്ന് എഴുതാം. അതായത് 0.4ൻ്റെ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടും? 0.16 എന്ന് കിട്ടും. അതായത് 100 മൈനസ് 0.16 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. അപ്പോൾ 100ൽ നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യണം? 100ൽ നിന്ന് നമുക്ക് 100.00 നമുക്ക് 0.16 മൈനസ് ചെയ്യണം. അപ്പോൾ ബോറോ ചെയ്യണം അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് ഇതെന്നാണ് ബോറോ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെ എന്താവും? ഇവിടെയൊക്കെ 9 ആവും, ഇത് 9 ആവും, ഇവിടെ 10 ആവും. അപ്പോൾ 6 10 ആവാൻ 4, 9 1 മൈനസ് ചെയ്താൽ 8, പിന്നെ 99 അങ്ങനെ തന്നെ എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 99.84. അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ ആൻസർ 99.64, ഇത് 99.84. അപ്പോൾ ഏതാ വലുത്? ഇതാണ് വലുത് അല്ലേ? നമ്മൾ തന്നെയല്ലേ വലുത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ രണ്ടും 20 വരും. അപ്പോൾ ഈ സൈഡ് സെയിം ആണ് ഇതിൻ്റെ വരുന്നത്. ആകെ കൂടെ വ്യത്യാസം ഇവിടെ വരുന്നത് അല്ലേ? അപ്പോൾ ഈ രണ്ട് നമ്പറുകളിൽ ആരാണോ വലുത് അതായിരിക്കും പ്രൊഡക്റ്റിൽ വലുത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ കൂടുതൽ ഈ പോയിൻ്റ് മൈനസ് ചെയ്യുന്നതൊന്നും ഞാൻ വളരെ സ്പീഡിൽ ചെയ്ത് പോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ പോയിൻ്റ് പ്ലസ് ചെയ്യുന്നത് മൈനസ് ചെയ്യുന്നതൊക്കെ അത്രയും സ്റ്റെപ്പുകൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. മെയിനായിട്ട് നമ്മുടെ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുന്നു, അതിലാരാണ് വലുതെന്ന് കമ്പയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കാം. അടുത്ത നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 58-ലെ ഫസ്റ്റ് പ്രോബ്ലമാണ്. ഡു ദ കമ്പ്യൂട്ടേഷൻസ് ബിലോ ഇൻ ഹെഡ്. അപ്പോൾ ഇതിനു മുമ്പ് നമുക്കിതിൽ ഒരു ഐഡൻറ്റിറ്റി കൂടെ പഠിക്കാനുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ഐഡൻറ്റിറ്റീസ് നമ്മൾ ഒരു ടേബിളിലാക്കി വെച്ചിരുന്നു അല്ലേ? ഓർക്കുന്നില്ല എല്ലാവരും? ഈ ടേബിൾ ഞാൻ സ്റ്റഡി ടേബിളിലോ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ച് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഒരു ഐഡൻറ്റിറ്റി കൂടെ ആഡ് ചെയ്യണം. അതേതാണെന്നറിയോ? അത് x² മൈനസ് y². അതായത് രണ്ട് നമ്പറുകളുടെ സ്ക്വയറുകൾ ഡിഫറൻസ്. ഓക്കെ, x² മൈനസ് y² ഈസ് ഈക്വൽ ടു, സിമ്പിളാണ്, x പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സിമ്പിളല്ലേ? അതായത് രണ്ട് നമ്പറുകളുടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ രണ്ട് നമ്പറുകൾ പ്ലസ് ചെയ്തതിൻ്റെയും ആ രണ്ട് നമ്പറുകൾ മൈനസ് ചെയ്തതിൻ്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. x² മൈനസ് y² എന്ന് പറയുന്നത് x പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി കൂടെ നമ്മൾ
ഈ ഒരു ടേബിളിലേക്ക് ആഡ് ചെയ്യുക. നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ച് വയ്ക്കുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി ഇത് നോക്കുക, മൈൻഡിൽ ഓർത്ത് വയ്ക്കുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിറ്റീസ് ഒക്കെ ഓർമ്മ വരും, പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഈ പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ കമ്പ്യൂട്ടേഷൻസ് കണ്ടോ, 68ൻ്റെ സ്ക്വയർ മൈനസ് 32ൻ്റെ സ്ക്വയർ അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 68ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ഫോമിലല്ലേ കിടക്കുന്നത്. നോക്കി, എക്സിൻ്റെ സ്ക്വയർ അതുപോലെ വൈയുടെ സ്ക്വയർ. അപ്പോൾ ഈ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വേണം ഇവിടെ യൂസ് ചെയ്യാൻ. അപ്പോൾ ഓരോ പ്രോബ്ലം വരുമ്പോഴും നമ്മളത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏത് ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്യേണ്ടേ എന്നൊക്കെ. ഓക്കെ, അതുകൊണ്ട് ഐഡൻറ്റിറ്റീസ് മസ്റ്റായിട്ടും ഇതുപോലെ ടേബിൾ ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കാണുന്ന എവിടെയെങ്കിലും ഒട്ടിക്കുക. എല്ലാ ദിവസവും ഐഡൻറ്റിറ്റീസ് നോക്കുക, ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു നോക്കുക, കാണാണ്ട് പറഞ്ഞു നോക്കുക, ശരിയായോ നോക്കുക. അങ്ങനെ നിങ്ങളത് മനസ്സിൽ തറോ ആക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലെ പ്രോബ്ലംസൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കേട്ടല്ലോ. ഇനി അപ്പോൾ നമുക്ക് ഈ ഒരു ഐഡൻറ്റിറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഐഡൻറ്റിറ്റി എങ്ങനെ വരണേന്നൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സാമിനൊന്നും വരില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഐഡൻറ്റിറ്റി ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ട് ഈ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഐഡൻറ്റിറ്റി ഇവിടെ എഴുതുന്നുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി വരുന്നത്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസൊക്കെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് വൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ഏതാ പറയുന്നത്? 68 സ്ക്വയർ മൈനസ് 32ൻ്റെ സ്ക്വയർ അല്ലേ. 68ൻ്റെ സ്ക്വയറിൽ നിന്ന് 32ൻ്റെ സ്ക്വയർ നമുക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? എക്സ് സ്ക്വയർ ഇതല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? എക്സിൻ്റെ പൊസിഷനിലൊക്കെ നമ്മൾ 68 കൊടുക്കുക, വൈയുടെ പൊസിഷനിൽ 32 കൊടുക്കുക. ഇൻറ്റു 68 മൈനസ് 32. ഓക്കെ അല്ലേ? ഇനി 68ഉം 32 പ്ലസ് ചെയ്ത് എത്രയാണ് കിട്ടുക? മൈൻഡിൽ ചെയ്യാമല്ലോ നിങ്ങൾക്ക്. എത്ര കിട്ടും? 100 കിട്ടും. സംശയമുള്ളവർ വർക്കിംഗ് കോളത്തിൽ ചെയ്ത് നോക്കുക. 68 പ്ലസ് 32 എത്ര കിട്ടും നിങ്ങൾക്ക്? 0, ബാക്കി 1, 7, 3, 10. കണ്ടോ? 100 കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ 100 കിട്ടി. ഇനി ഇൻറ്റു എക്സ് മൈനസ് വൈ, അതായത് 68 നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? 32 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 നിന്ന് 2 മൈനസ് ചെയ്താൽ 6, 6 നിന്ന് 3 മൈനസ് ചെയ്താൽ 3, 36 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഇൻറ്റു 36. അപ്പോൾ ഇത് സിമ്പിളല്ലേ? 100. ഇവിടെ ഈ രണ്ട് ബ്രാക്കറ്റിൻ്റെ ഇടയിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻറ്റു ആണല്ലേ, അതായത് പ്രൊഡക്റ്റാണ്. അപ്പോൾ 100 ഇൻറ്റു 36 സിമ്പിളാണ്. 36 എഴുതുന്നു, 2 0 ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് നമ്മൾ കണ്ടല്ലോ. ഇതാണ് സിമ്പിളായിട്ട് നമുക്കിത് കാണാനും പറ്റും. ഇനി സെക്കൻഡ് പ്രോബ്ലം നോക്കാം. ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണല്ലേ. 3½ ഹോൾ സ്ക്വയർ മൈനസ് 2½ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ എന്താ നമ്മുടെ? വീണ്ടും എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ഇക്വേഷൻ എഴുതി ചെയ്യുക കേട്ടോ. ഇക്വേഷൻ എഴുതുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷന് പ്രത്യേകിച്ച് മാർക്കുണ്ട്. അതുകൊണ്ട് ഇക്വേഷൻ ആരും എഴുതാണ്ട് വിട്ടു പോകരുത്. ഇനി ഈ സൈഡിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എക്സിൻ്റെ അവിടെയൊക്കെ 3½ കൊടുക്കുന്നു, വൈയുടെ അവിടെ 2½ കൊടുക്കുന്നു. അപ്പോൾ 3½ പ്ലസ് 2½ ഇൻറ്റു 3½ മൈനസ് 2½ ഇതൊക്കെ നമ്മുടെ ഹെഡിൽ ചെയ്യാം. 3യുടെ കൂടെ 2 കൂട്ടി എത്രയാണ്? 3യുടെ കൂടെ 1 കൂട്ടിയാൽ 4, 4ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 5, സോറി 6. ഹെഡിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ തെറ്റിച്ചല്ലേ, സോറി കേട്ടോ. 3ൻ്റെ കൂടെ 3യുടെ കൂടെ 1 കൂട്ടിയാൽ 4, 4ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 6 കേട്ടോ. ഇനി 6 ഇൻറ്റു ഇനി 3 നിന്ന് 2 കുറച്ച് എത്രയാണ്? 1 അല്ലേ. 1 പോയി, പിന്നെ 3 നിന്ന് 2 പോയി 1. ഓക്കെ, അപ്പോൾ 1. അപ്പോൾ നമുക്ക് 6 ഇൻറ്റു 1 ദാറ്റ് ഈസ് 6. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറും കിട്ടി. സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. നല്ല സിമ്പിളായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്താൽ ചെയ്യുന്നത്. ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? തേർഡ് വൺ ചെയ്ത് നോക്കാം. തേർഡ് വൺ നമുക്ക് എന്താണ്? തേർഡ് വൺ 3.6 സ്ക്വയർ മൈനസ് 1.4 സ്ക്വയർ. അപ്പോൾ 3.6 സ്ക്വയർ മൈനസ് 1.4 സ്ക്വയർ. നമ്മുടെ ഐഡൻറ്റിറ്റി എന്താ? ഇക്വേഷൻ എഴുതിക്കോ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. എക്സിൻ്റെ അവിടെ 3.6 കൊടുക്കുക, വൈയുടെ അവിടെ 1.4 കൊടുക്കുക. ചെയ്യാലോ. ഇതാ 3.6 പ്ലസ് 1.4. ഇനി ഇൻറ്റു ഇത് മൈനസ് ചെയ്യുക. 3.6 മൈനസ് 1.4. ഇനി ഇത് പ്ലസ് ചെയ്താൽ എന്താ കിട്ടുക? 6 4 പ്ലസ് ചെയ്താൽ 10. ആ 10ൽ 1 നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടും അല്ലേ. അപ്പോൾ 5, ഇവിടെ 5 കിട്ടും. ഇനി ഇത് സംശയമുള്ളവർ ഇവിടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് നോക്കുക. 3.6 പ്ലസ് 1.4
6 4 കൂട്ടിയ 10, 0 ബാക്കി 1, 3 4 1 5. കണ്ടോ 5 കിട്ടിയത്? അപ്പോൾ ഹെഡിൽ ചെയ്ത് പഠിക്കുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നമ്പേഴ്സായിട്ട് നല്ല പരിചയം വരും. ഇനി 5 ഇൻറ്റു, ഇനി ഇത് മൈനസ് ചെയ്ത് നോക്കാം അല്ലേ. 3.6 നിന്ന് 1.4 മൈനസ് ചെയ്ത് എത്ര വരും? 6 നിന്ന് 4 പോയാൽ 2, 3 നിന്ന് 1 പോയാൽ 2, 2.2. ഇനി ഇത് ഇൻറ്റു ചെയ്താലോ? ഇത് ഇൻറ്റു ചെയ്യാൻ നിങ്ങൾ ഇനി പോയിൻ്റ് കണ്ട് പേടിക്കൊന്നും വേണ്ട. 22 എടുത്തിട്ട് ഇതിനെ പോയിൻ്റ് ഇല്ലാണ്ട് എടുക്കാം. 22 ഇൻറ്റു 5 ചെയ്യാം. അപ്പോൾ 2 10, 0 ബാക്കി 1, 2 10 1 11, 110 കിട്ടും. ആ 110 ഒരു സ്ഥാനം കഴിഞ്ഞല്ലേ ഇവിടെ പോയിൻ്റ്, അതിവിടെയും കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 11 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ആൻസർ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3600 കിട്ടി. രണ്ടാമത്തെ 6, മൂന്നാമത്തെ സെറ്റ് 11. ഓക്കെ. അപ്പോൾ നമ്മൾ ഏത് ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്തത്? ഈ ഐഡൻറ്റിറ്റി നമ്മുടെ പുതിയ ഐഡൻറ്റിറ്റിയാണ് കേട്ടോ. എല്ലാവരും ഈ പുതിയ ഐഡൻറ്റിറ്റി നിങ്ങളുടെ ഐഡൻറ്റിറ്റി ബോക്സിലേക്ക് ചേർക്കുക. നന്നായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക. കാണുന്ന സ്ഥലത്ത് എന്നും ഇത് നോക്കി ഐഡൻറ്റിറ്റീസ് പഠിക്കുക. അപ്പോൾ തെറ്റാതെ പഠിക്കുക. എല്ലാവരും ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്